എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്ന് തുഷാരം ബ്ലോഗ്സിന്റെ കൂടെ ഒരു അതിഥിയുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട വിശ്വനാഥൻ കൃഷി ഉപജീവന മാർഗമായിട്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് വിശ്വനാഥനെ ഒന്ന് പരിചയപ്പെടാം. എനിക്ക് കപ്പളങ്ങയുണ്ട്, കപ്പ ഉണ്ട്, വാഴ കൃഷിയുണ്ട്, മഞ്ഞളുണ്ട്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കൃഷികളുണ്ട്. ഞാൻ ഉപജീവന മാർഗമായിട്ടാണ് ജീവിച്ചു പോകുന്നത്. ഇനി ഒരുപാട് കൃഷി രീതികൾ ചെയ്യാനുണ്ട്. അല്ല വിശ്വൻ സാർ, ഇതിന് നമ്മൾ എന്തൊക്കെയാണ് നിങ്ങൾ വളം കൊടുക്കുന്നത്? വളം കപ്പയ്ക്ക് കൊടുക്കുന്നത് അടിവളമായിട്ട് ചാണകപ്പൊടിയാണ്. പിന്നെ അതേപോലത്തെ കുമ്മായൊക്കെ വെതറി ഒരാഴ്ച ഇട്ട ശേഷം പിന്നെ ചാണകപ്പൊടി ഇട്ട് പിന്നെ കോഴിക്കാട്ടം ഇടലുണ്ട്. എന്നാലും അത് കോഴിക്കാട്ടം പന്നിശാലൊക്കെ ഉള്ളത് കാരണം. ഇതെല്ലാം സാറ് തനിച്ചാണോ ചെയ്യുന്നത്? അതല്ല ജോലിക്കാരെ വെക്കാറുണ്ടോ? ജോലിക്കാരെ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ജോലിക്കാരെ വെച്ചോണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ ഇത് ഒരു കൃഷി കൊണ്ട് വലിയ ഗുണമൊന്നും കാണുന്നില്ല. എങ്കിലും മോശമില്ലാത്ത രീതിയിൽ ചെറുപ്പം മുതലേ നിങ്ങൾ ഞാൻ 10-30 വർഷമായി കൃഷിയോട് ഭയങ്കര സ്നേഹമാണ്. കൃഷിയോട് സ്നേഹമുണ്ട്. എന്തൊക്കെയാണ് സാറിന്റെ തോട്ടത്തിലുള്ളത്? ഈ കപ്പുണ്ട്, പപ്പായുണ്ട്, വാഴയുണ്ട്, പിന്നെ മഞ്ഞളുണ്ട്, ഇഞ്ചി ഉണ്ട്, എല്ലാം ഉണ്ടോ. ഇഞ്ചി എവിടെയാണ്? കുറച്ച് ദൂരത്താണ്. ഇഞ്ചി ഇവിടെ തൊട്ടടുത്താണ്. നമുക്ക് കാണാം അല്ലേ ഇഞ്ചി കാണാം. ഓക്കെ. അപ്പൊ എത്ര വർഷമായെന്നാ പറഞ്ഞത്? ഇത് ഞാൻ 30 വർഷം പോലെ കൃഷി ചെയ്ത് നടക്കുന്നത്. ഏതാണ്ട് ഇപ്പം പിന്നെ അതിന്റെ അകത്തുള്ള ആദായത്തിലാണ് നമ്മളെ ഉപജീവനമായിട്ട് നടന്നു പോകുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അത് ശരിക്കുള്ള വീട്ടുപേരെന്താണ്? എന്റെ പേര് വീട്ടുപേര് കൊല്ലങ്കണ്ടി വിശ്വനാഥൻ. കൊല്ലങ്കണ്ടി വിശ്വനാഥൻ, കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലെ ബാലുശ്ശേരിക്ക് അടുത്ത്. കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലെ ബാലുശ്ശേരിക്ക് അടുത്ത് കരയത്തൊടി എന്ന ബാലുശ്ശേരി എത്ര ദൂരം? ബാലുശ്ശേരിന്ന് ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ താഴെയുള്ളൂ. ഏത് ഭാഗത്തേക്കാണ്? ഈ ഭാഗത്ത് ഏതാണ്ട് കുറുമ്പൽ ഭാഗം റോഡിന്റെ വാലയുടെ കുറുമ്പലേക്ക് പോകുന്ന റോഡിന്റെ സൈഡാണ്. അതിനടുത്താണല്ലോ ബാലുശ്ശേരി കോട്ട ഉള്ളത്. ബാലുശ്ശേരി കോട്ടയ്ക്ക് അടുത്ത് ഏതാണ്ട് ബാലുശ്ശേരി കോട്ടയിൽ നിന്ന് ഒരു കിലോമീറ്റർ കഷ്ടിയുള്ളൂ. 10 വർഷത്തിന് അടുത്താണ് ചെയ്യുന്നത്. അപ്പം പിന്നെ ഈ മഴക്കാലം ഇതിന് സീസൺ ആണോ? ഇപ്പം കപ്പ പിന്നെ ഒരു ഏപ്രിൽ മെയ് മാസമാണ് കപ്പ നട്ടത്. ഒരു ഫെബ്രുവരി മാസം ജനുവരി ഫെബ്രുവരി കപ്പ പറിക്കാൻ തുടങ്ങും. കപ്പ പറിക്കാം, വിളവെടുക്കാൻ കഴിയും. 8-9 മാസം വിളവ് വേണം. അപ്പൊ മഞ്ഞൾ കൃഷി എങ്ങനെയാണ്? മഞ്ഞൾ ഒരു കൊല്ലത്തെ ഒരു 10 മാസത്തെ വിളവ് കൊണ്ട് മഞ്ഞൾ കൃഷി ചെയ്യും. എന്നിട്ട് ഇതെല്ലാം കടയിൽ കൊടുക്കുകയാണ്? ഇത് കടയിൽ കൊടുക്കാന്ന് ആവശ്യമുള്ളവർക്ക് കൊടുക്കും. കപ്പ വാട്ടി കൊടുക്കും. പച്ചക്കപ്പ ചെലവില്ലാത്ത സമയത്ത് വാട്ടി കൊടുക്കും. ഞങ്ങള് ഉണക്കി കൊടുക്കുക. കിലോന് ഇപ്പൊ 100 രൂപേന്റെ അടുത്ത് വില കിട്ടും ഉണക്കക്കപ്പയ്ക്ക്. പച്ചക്കപ്പയ്ക്ക് 25 രൂപ നമ്മള് ഹോൾസെയിൽ കൊടുക്കുമ്പോൾ വീട്ടിൽ നിന്ന് കൊടുക്കുമ്പോൾ കിട്ടും. കടയിൽ കൊണ്ടുള്ള അവര് വാങ്ങും 30 രൂപ ഇതിന്റെ ഉപയോഗക്കാർ. അങ്ങനെയാണ് ഇതുമായിട്ട് ഉള്ള കാര്യങ്ങൾ. ഓക്കെ. അപ്പം ഈ പിന്നെ മഞ്ഞൾ ഇങ്ങനെ ഉണങ്ങിയിട്ട് മഞ്ഞൾ ഉണക്കിയാ കൊടുക്കുന്നത്. മഞ്ഞൾ ഉണക്കിയിട്ട് ആവശ്യക്കാർക്ക് വേണ്ടി കൊടുക്കും. മഞ്ഞൾ ഉണക്കി പുഴുങ്ങിയിട്ട് ഉണക്കി കൊടുക്കുക ചെയ്യാം. പുഴുങ്ങിയിട്ട് ഉണക്കി കൊടുക്കും. അപ്പൊ അതിനെന്താ വില കിലോയ്ക്ക്? അതിന് കിലോയ്ക്ക് അന്നത്തെ റേറ്റ് അനുസരിച്ച് മാർക്കറ്റ് റേറ്റ് അനുസരിച്ചാണ് കൊടുക്കുക. ഇഞ്ചി ഇപ്പൊ ഡൗൺ ആണ്. അപ്പൊ ഇഞ്ചി ഇപ്പൊ വളരെ മൂടി രോഗങ്ങളൊക്കെ ഉള്ളതാണ്. എന്നാലും ഇഞ്ചിന്ന് പിന്നെ ഇതിന് കീടനാശിനികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. വേറെ ഉപയോഗിക്കുന്നു. ഗവൺമെന്റിന്റെ എന്തെങ്കിലും സബ്സിഡി? ഗവൺമെന്റ് കൃഷിഭവനായിട്ട് ബന്ധപ്പെട്ടാൽ അവര് ഇവിടെ വന്നുകൊടുക്കുന്നുണ്ട്. കൃഷിഭവനായിട്ട് കിട്ടാറുണ്ട്. ഇപ്പൊ അതുവരെ ഇത് സ്വന്തം പൈസ തനിച്ചാണോ അതല്ല വേറെ പാർട്ണർ ഉണ്ടോ ഇതിനകത്ത്? ഞങ്ങള് പാർട്ണർ ഉണ്ട്. പക്ഷെ ഞങ്ങള് ഒരു 5-6 ഏക്കർ ഒന്നിച്ചിട്ടാണ് പാട്ടത്തിനെടുത്തും വേറൊരാളും കൂടെ. ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേരെന്താ? അദ്ദേഹത്തിന്റെ പേര് സജിത് ലാലാണ്. സജിത്ത് ലാൽ നിങ്ങളുടെ അയൽവാസിയാണോ? അയൽവാസിയാണ്. ഞങ്ങളെ കൂടി കൃഷിയായിട്ട് എടുത്ത്. ഓക്കെ. എങ്കിൽ വിശ്വൻ സാർ നമസ്കാരം. ഒരുപാട് താങ്ക്സ് നിങ്ങൾ ഈ വലിയൊരു ഇന്റർവ്യൂ ഞങ്ങൾ തന്നതിന്. നിങ്ങൾ കൃഷി ഇനിയും ഒരുപാട് നിങ്ങൾ ഉയരത്തിലെത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.